മനസ്സിലാക്കാൻ കണ്ണൻ മാവാമുത്തിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് മൃഗശൈലീശ്വരി ക്ഷേത്രത്തിലാണ്. അവിടെ നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇത് അമ്പലത്തിൽ തൊട്ടിപ്പുറം തന്നെയായിട്ടാണ്. ഒരു വീട് പോലെയൊക്കെയാണ് കേട്ടോ. നല്ല തൂണൊക്കെ ഇതൊരു കരിങ്കല്ലിൽ ഒറ്റൊരു കരിങ്കല്ലിൽ ചെയ്തു വെച്ച ഒരു തൂണാണ്. അത് അതിൽ തന്നെ നല്ല നല്ല എന്താ പറയുക മൂർച്ചമുള്ള ശൈലികളുള്ള ഒരു നല്ല നല്ല ഡിസൈൻസൊക്കെ കൊടുത്ത് നല്ലൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒറ്റ മരത്തിൽ ചെയ്തു വെച്ചൊരു മരത്തിൽ ചെയ്തു വെച്ചതാണ് ഇത്. പിന്നെ ഇതൊക്കെ മരങ്ങളിലായിട്ട് ചെയ്തു വെച്ചതാണ്. അതിനായിട്ടൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. ഇത് വാതിലും അതൊക്കെ ജനങ്ങളൊക്കെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഈ ഒരു ഒറ്റ കരിങ്കല്ലിൽ ചെയ്തു വെച്ചത്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഔട്ടിങ്ങാണ്. മഴകളും കുന്നുകളെല്ലാമായി കാണാനുള്ള രസമുള്ള ഒരു സ്ഥലമാണ് ഇത്. തൊട്ടപ്പുറം കുളം പറ്റിയിട്ട് ഇപ്പോൾ കുളത്തിന് നടുവിലുള്ള സാധനമേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂടാണ്. ഇവിടേക്ക് നിൽക്കുമ്പോൾ നല്ലവണ്ണം കാല് പൊള്ളും. നല്ല ചൂടാണ്. ഇപ്പോഴത്തെ ചൂട് പറയാൻ നമുക്ക് ഇവിടെ ഭയങ്കരമായ ചൂട് ആണ്. ഇപ്പോൾ കുളമൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. ഇനിയും അപ്പോൾ മഴക്കാലമൊക്കെ എന്നാണ് പിന്നെ ശരിയായി വരും. അപ്പോൾ കാണാം അമ്പലത്തിൽ നമുക്ക് മുകളിലോട്ട് കാണാം. മുകളിലേക്ക് കാണാൻ മുകളിലേക്ക് കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കല്ലുകൊണ്ട് ചെയ്തതാണ്. പിന്നെ ഒറ്റ കരിങ്കല്ല് ചെയ്ത് വെച്ചതാണ് ഈ പ്രതിമകളും കാര്യങ്ങളും. പിന്നെ പൂക്കളൊക്കെ വെച്ചുള്ള നല്ല നല്ല ചെടികളും ഒക്കെ നമുക്കിത് കാണാം. കാല് പൊള്ളും. ഞാൻ കുറച്ച് തണലത്തോട്ട് കയറി നിൽക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുക. കണ്ടില്ലേ, ഇത്ര മാർബിളാണ്. അത് നല്ല ചെടികളും ഉണ്ട്. അതൊക്കെ വെള്ളപ്പൂ പിടിച്ചിട്ടുള്ള നല്ല നല്ല ചെടികളാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് ചുരം കാണണമെങ്കിൽ ഇതാണ് അവസ്ഥ. തൂണുകളായിട്ട് സ്ഥലമില്ല. ഇവിടെ നമുക്ക് ഇരിക്കുകയോ നല്ല വിശ്രമിക്കുകയോ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇങ്ങോട്ടാരും വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഇതൊക്കെ കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുമ്പിലൊക്കെ നോക്കുമ്പോൾ മുൻവശത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മുമ്പിലും നല്ല നല്ല സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മുഴുവനായിട്ട് തന്നെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇത് കാണാൻ പോവാണ്. കുന്നുകളും മലകളൊക്കെ കാണാം. അവിടെയാണ് നമ്മുടെ ക്ഷേത്രം കേട്ടോ. ക്ഷേത്രത്തിൽ കുറച്ചിങ്ങോട്ട് പോയാൽ അതാണ് അതാണ് കേട്ടോ ക്ഷേത്രം. കുറച്ചൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുറമേ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ കാണാം. ഇവിടെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്. രാത്രി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് രസമാണ്. ഇത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരെ ഇനി ഈ ഒരു ഹൗസ് ഉള്ളിലോട്ട് കയറുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉൾവശം കാണണമെങ്കിൽ ഇതാണ്. ഒരു CC ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉൾവശം. ജനലിൻ്റെ ഹോൾസ് തൊട്ട് ഞാൻ കാണിച്ചു തരാം. കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇത് മുമ്പ് വശം നോക്കുമ്പോൾ രണ്ട് കാറൊക്കെ ഇട്ടിട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം. തൊട്ടിപ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം, മുഴക്കുന്ന് ശ്രീ മഹാദേവ ക്ഷേത്രം ചെറുക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹൗസ് ഫുൾ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല മരകളായിട്ട് നല്ലൊരു സ്പേസാണ്. ഇവിടേക്ക് നല്ലതാണ് കാല് പൊള്ളുന്നു. ലേറ്റൊരു വരുവാണ്. ഞാൻ ഓടി എന്താ വെച്ചാൽ നല്ല പൊള്ളലാണ് കാലൊക്കെ. പലത്ത് ചൂട് ഞാൻ പറഞ്ഞില്ലേ. അതുള്ളൊരു ജനലാണ്. ജനൽസിൻ്റെയൊക്കെ മോഡൽ ഒരുക്കത്തെ മോഡാണ്. എന്താ രസം മുഴുവനായിട്ട് കാണാൻ. ഈ പ്ലേസ് കാണാൻ നമുക്ക് നല്ല തടികളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്ഷേത്രം കണ്ടില്ലേ. ഈ പുല്ല് നടക്കുമ്പോൾ നമുക്ക് അത്രയും തോന്നില്ല. ആരിക്കവിടെ വന്ന് പോവുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിലും അങ്ങോട്ട് വഴിയില്ല. ഉണ്ട് ഇതിലൂടെ കയറാം. അപ്പോൾ ഇതിലൂടെ കയറി നമുക്ക് എങ്ങോട്ട് പോവാം, അവിടേക്കും പോവാം. പിന്നെ ഇഷ്ടംപോലെ പോവാം. ഇതാണ് ഇവിടുത്തെ കാഴ്ച. മേലെ ഞാൻ കാണിച്ചില്ലേ, വെറും കല്ല് കൊണ്ട് ചെയ്ത് വെച്ചതാണ്. മേലെ അതല്ല, അതിൻ്റെ മേലെ ഓടുണ്ട്. അതിൻ്റെ മേലെ കല്ലുകൊണ്ടാണ് ചോമരൊക്കെ ഉണ്ടാക്കി മേലോട്ടൊക്കെ ഇടുന്നു. കണ്ട
പിന്നെ ജനലൊക്കെ വേറെ പോലെയാണ്, തുറന്നാൽ അവിടേക്ക് തോട്ടായിട്ട്. ശരിക്കും നല്ല സ്ഥലമാണ്. നല്ല ടൈൽസൊക്കെ നടക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. തടിക്ക് ഒച്ച കാണിച്ചു തരാം കേട്ടോ. തടി ഒച്ച വെക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു സ്ഥലമാണ്. ഇവിടെ മുഴുവനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു പ്ലേസാണ്. അപ്പം അങ്ങോട്ടാണ് അമ്പലം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. എന്നൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലോ. തടികളെല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. നോക്കിയതാ നല്ലൊരു എന്താ പറയുക, നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഈ സ്ഥലം മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട്. 2 ദിവസം അങ്ങോട്ട് പോകുന്നില്ല. മോട്ടർ ഇട്ടേക്കാണ്, കണ്ടില്ലേ? നല്ല പുല്ല് പോലത്തെ ചെടി. അപ്പം വീഡിയോ എത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്ത വീഡിയോകൾ നമ്മുടെ ചാനൽ എന്നും വരെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.